ടീച്ചിങ്സ് ആൻഡ് ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ രാത്രിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ എല്ലാ പണികളും കഴിഞ്ഞ് ഞങ്ങളെ കൂടൊക്കെ കഴിച്ചു, എല്ലാവരും കിടക്കാനൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ അടുക്കളയിൽ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയൊക്കെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുക്കറിൽ കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, എന്നാൽ നമുക്ക് നാളെ രാവിലെ അത് പഴങ്കഞ്ഞിയായിട്ട് കുടിച്ചാലോ എന്ന് ഓർത്ത്. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിച്ചു, എന്നാൽ പിന്നെ അത് നമുക്കൊരു എന്താ പറയുക, ഒരു വീഡിയോ ആയിട്ട് നമ്മുടെ ചാനലിൽ കാണിച്ചാലോ എന്നിങ്ങനെ ഓർത്തു. അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് എൻ്റെ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമുക്ക് ഈ പഴങ്കഞ്ഞി, ഈ ചോറ് ഒന്ന് പഴങ്കഞ്ഞിയായിട്ട് നാളെ കുടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അതിൽ കുറച്ചൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കാം. ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എന്ത് പലഹാരങ്ങളുണ്ടെങ്കിലും എൻ്റെ അമ്മൂമ്മയൊക്കെ മിക്കപ്പോഴും ഈ പഴങ്കഞ്ഞി എന്നെ കഴിക്കാറ്. അമ്മൂമ്മ ഈ പച്ചമുളകിനെ നല്ല കടിച്ച് ഇങ്ങനെ കഴിക്കണേ കാണുമ്പോൾ എനിക്ക് പച്ചമുളക് കടിക്കാനൊന്നും പറ്റൂല കേട്ടോ, എനിക്ക് എരിയും. പക്ഷേ എനിക്ക് കറിയിലൊക്കെ എരിവുള്ളതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഈ പച്ചമുളക് കടിച്ച് തിന്നണത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ എൻ്റെ അമ്മൂമ്മയൊക്കെ നല്ല കടിച്ചൊക്കെ തിന്നും. എൻ്റെ അമ്മൂമ്മ 90 വയസ്സുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങളൊന്ന് കാണുക, നല്ല ചെറുപ്പക്കാരിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ പഴങ്കഞ്ഞിയൊക്കെ കഴിക്കണതായിരിക്കും എൻ്റെ സീക്രട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ നമ്മുടെ ബാക്കി വന്നേക്കുന്ന ചോറിന് നാളെ കഴിക്കാനായിട്ട് ഒന്ന് റെഡിയാക്കിയൊക്കെ വെക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അടിക്കാൻ മറക്കരുത്. അടിക്കാനല്ല, ക്ലിക്ക് ചെയ്യാൻ. ഓളെന്ന ഓപ്ഷനും കൂടി ഇടണം കേട്ടോ, മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പഴങ്കഞ്ഞി റെഡിയാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ പഴങ്കഞ്ഞി റെഡിയാക്കാൻ ആദ്യം തന്നെ കുറച്ച് കണ്ടോ ചുമന്നുള്ളി, കണ്ടോ ഈ ഉള്ളി നമുക്കൊന്ന് പൊളിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു കറിച്ചട്ടിയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കണത്. സാധാരണ നമ്മുടെ ഈ കഞ്ഞി റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അതായത് പഴങ്കഞ്ഞി തലേദിവസം റെഡിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് ഒരു കലം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ. ഒരു ചെറിയൊരു കലം ഉണ്ടായിരുന്നു. പക്ഷെ ആ കലം പൊട്ടിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേറൊരു കലമൊന്നും മേടിക്കാൻ പോകാൻ പറ്റിയില്ല. ഇപ്പോൾ ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ റോട്ടിലൊന്നും ഈ കലക്കച്ചവടക്കാരെയൊന്നും കാണുന്നില്ല. മറ്റത് നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരെയൊക്കെ ചെയ്യുമായിരുന്നു ഈ കലമൊക്കെ ആയിട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ ഒരു മീൻ കറിയൊക്കെ വെക്കണ ഒരു ചട്ടിയാണ് കേട്ടോ എടുത്തേക്കണം. നല്ല വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ മിച്ചം വന്ന ഈ ചോറുണ്ടല്ലോ, ഈ ചോറ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ചോറ് നമുക്ക് കലത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഉണ്ടോ, നല്ല കുത്തരിയുടെ ചോറാണ് കേട്ടോ. അപ്പോൾ ഞാനിത് മൊത്തം ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇത്രയും കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കുക്കറിലുണ്ടായിരുന്ന ചോറ്, ഇത് ഇത്രത്തോളം ചോറേ ഉണ്ടായുള്ളൂ കേട്ടോ. ഉണ്ടായിരുന്നതെല്ലാം ഞാനിപ്പോൾ നമ്മുടെ ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തൊണ്ട് കളഞ്ഞെടുത്ത ഈ ഉള്ളി ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും ഞാൻ ഇതിലോട്ട് ഇങ്ങനെ ഇട്ട്. ഈ ഉള്ളിയാണ് നമ്മുടെ ഈ പഴങ്കഞ്ഞിക്ക് ടേസ്റ്റ് കൊടുക്കണമെന്നാണ് അമ്മൂമ്മയൊക്കെ പറയാറ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് അധികം ഉള്ളിയൊക്കെ ഇടാം കേട്ടോ. ഉള്ളി ഇടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് എന്നാണ് പറയണത്. പിന്നെ ഞാനിവിടെ കുറച്ച് തൈര് കുറച്ച് അധികം വേണം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഇത്തിരി ചോറല്ലേ ഉള്ളൂ, എന്നാലും ഞാൻ ഈ ഒരു കൊച്ചു പാത്രം നിറച്ചും എടുത്തിട്ടുണ്ട് തൈര്. അപ്പോൾ ഈ തൈര് മൊത്തം ഞാനിതിലോട്ട് ഒഴിക്കാനുണ്ട്. കണ്ടോ, തൈര് ഒഴിച്ചു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിടാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിട്ടാണെങ്കിലും ഇടാം. ഞാനിങ്ങനെ വട്ടത്തിൽ അരിഞ്ഞാണ് ഇടാറ്. പിന്നെ ഈ സാധാ പച്ചമുളകിന് പകരം നമുക്ക് കാന്താരി ഇടാം കേട്ടോ. എരിവ് ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ കാന്താരി ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കാന്താരി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ എനിക്ക് അത്ര എരിവ് വേണ്ടാത്തത് കൊണ്ടിട്ട് ഞാൻ ഈ പച്ചമുളകാണ് ഇടണത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്നിങ്ങനെ അരിഞ്ഞ് ഇതിൻ്റെ ഈ ഞെട്ടും ഇങ്ങോട്ട് ഇട്ടേക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇതും ഇങ്ങോട്ട് ഇട്ടേക്കാം. ഈ ഞെട്ടും ഇതിൽ കിടക്കട്ടെ. ഇനി നമ്മൾ ഈ ഇട്ടേക്കണ ഈ ചോറുണ്ടല്ലോ, ഈ ചോറിൻ്റെ ഒപ്പം കുറച്ച് വെള്ളം കേട്ടോ. കുറച്ച് വെള്ളം. ഇനി നിങ്ങൾക്ക് ഈ കഞ്ഞിവെള്ളമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അതും ഒഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ കഞ്ഞിവെള്ളം ഇരിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ചത്. ചോറിൻ്റെ ഒപ്പം ഇത്തിരി ഇതുണ്ടോ വെള്ളവും കൂടി ഒഴിച്ചു. ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇടാം കേട്ടോ. നമ്മളിത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉപ്പൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. പിന്നെ ഞാനിവിടെ ഈ വേപ്പില, ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ വേപ്പിലയാണ് കേട്ടോ.
അപ്പോൾ അത് ഞാൻ ഈ ഞെട്ട അങ്ങനെ തന്നെ അടർത്തിയിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് ഏത് കണ്ടോ, ഒരു ചിരട്ടക്കൈയിലാണിത്. ഈ ചിരട്ടക്കൈയിൽ കൊണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പൊക്കെ ഇട്ടതും നമ്മുടെ തൈരും ഇതെല്ലാം കൂടി ഒന്ന് റെഡി ആയിട്ട്, എനിക്ക് ഇപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ലൊക്കെ വന്ന് വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. നാളെ രാവിലെ ആകുമ്പോൾ ഇതൊരു അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉണ്ടാകും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് നാളെ രാവിലെ ഇത് കഴിക്കാം. അപ്പോൾ നമുക്കിത് ഇങ്ങനെ, ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മൂടി വെച്ചേക്കാം, നാളെ രാവിലെ കഴിക്കാം. അപ്പോൾ നമുക്ക് ഈ മൂടി കൊണ്ട് ഒന്ന് മൂടി വെച്ചേക്കാം, ഇനി നാളെ രാവിലെ കഴിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നാളത്തെ പഴങ്കഞ്ഞിക്കുള്ള ചോറെല്ലാം ഞാൻ നമ്മുടെ കലത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാളെ രാവിലെ കഴിക്കാം. പക്ഷെ എനിക്ക് ഇതിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ വായിൽ വെള്ളം വന്നു. ഉണ്ണിക്കുട്ടനും പറഞ്ഞ് വെള്ളം വന്നു. അപ്പോൾ ഞാനും ഉണ്ണിക്കുട്ടനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇവിടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം കണ്ടോ, 10:45 ഇപ്പോൾ സമയം. അപ്പോൾ ഇത് ഉണ്ണിക്കുട്ടന് നല്ല ഉറക്കം വന്നെന്ന് പറയുവാണ്. അപ്പോൾ ഞാൻ പോവല്ലേ ഒന്ന്, ഉണ്ണിക്കുട്ടനാണിത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഞാൻ പോവല്ലേ ഒന്ന് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ നമുക്ക് നാളെ രാവിലെ പഴങ്കഞ്ഞി കുടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്, ബൈ ബൈ. ഹായ്, ഗുഡ് മോർണിംഗ്. രാവിലെ എനിക്ക് സൗണ്ടൊന്നുമില്ല കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ സൗണ്ട്, കുറച്ച് സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ട് പോകും. അപ്പോൾ അതുമല്ല, നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോഴും സൗണ്ട് കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റോ? സമയം 6:30 ആവാറായിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ, നേരത്തേക്ക് രാവിലെ തന്നെ എപ്പോഴും ചായ കുടിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ചായയൊന്നും കുടിക്കാറില്ല, പിന്നെ ചില സമയത്ത് കുടിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ചായ കുടിക്കണില്ല, ഇന്ന് ഞാൻ കുറച്ച് വെള്ളം നമുക്ക് ചൂടാക്കാൻ വെക്കാം. ഞാൻ കെറ്റിലാണ് കേട്ടോ വെള്ളം ഈ രാവിലെ കുടിക്കാൻ. നമ്മുടെ വീട്ടിലൊരു കെറ്റിലുണ്ട്, അപ്പോൾ ആ കെറ്റിലാണ് ഞാൻ വെള്ളം ചൂടാക്കാൻ വെക്കാറ്. അപ്പോൾ നമുക്കൊന്ന് കെറ്റിലിൽ വെള്ളം ചൂടാക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കെറ്റിൽ.
അതെ, നമ്മുടെ പഴങ്കഞ്ഞി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ തുറന്ന് നോക്കിയിട്ടില്ല. ഞാൻ വിചാരിച്ചു നമുക്ക് ഒരുമിച്ച് തുറന്ന് നോക്കാമെന്ന്. അപ്പം ആദ്യം തുറന്നപ്പോൾ തന്നെ നല്ല തൈരിൻ്റെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴങ്കഞ്ഞി പെട്ടെന്ന് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ഉണ്ണിക്കുട്ടന് ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ ടൈമായി. അപ്പോൾ ഉണ്ണിക്കുട്ടൻ വെയിറ്റിങ്ങിലാണ് ഇവിടെ. പിന്നെ അതുപോലെ ഇവിടെ കിച്ചണിൽ അമ്മയൊക്കെ ഭയങ്കര തിരക്കിട്ട് ജോലിയിലാണ് രാവിലത്തെ. നമുക്ക് ഇന്ന് ഇവിടെ കുറച്ച് ഗസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരണോണ്ട് കുറച്ചധികം പണിയിലാണ്. അവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളോട് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് ഈ ഷൂട്ടിങ് ഒക്കെ ആയിട്ട് പുറത്തോട്ട് പോകാൻ പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഈ നമ്മുടെ പഴങ്കഞ്ഞി എടുത്ത് എത്രയും പെട്ടെന്ന് പുറത്തോട്ട് വരുന്ന കഴിക്കാം. അപ്പോൾ അതേ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല സ്മെല്ല് വന്നിട്ട് നല്ല തൈര്. എനിക്ക് വയലിങ്ങനെ വെള്ളം വരണുണ്ട് ഇതിൻ്റെ സ്മെല്ലൊക്കെ വന്നിട്ട്. അതേ ഉണ്ണിക്കുട്ടനും പറഞ്ഞ് അടിപൊളിയെന്ന് ആളും പറഞ്ഞ്. അപ്പോൾ നമുക്കിത് ഇത് കണ്ടോ, ഒരു കുഞ്ഞു കലമുണ്ട് കേട്ടോ. അത് കണ്ടോ, നമ്മൾ ഈ കുഞ്ഞു കലത്തിനകത്താണ് കഞ്ഞിയും ഒക്കെ ഉള്ളപ്പോൾ ചില സമയത്തൊക്കെ ഞങ്ങൾ രാത്രിയിൽ കഞ്ഞിയും ഉണക്കച്ചെമ്മീൻ വറുത്തതൊക്കെ കൂട്ടി കഴിക്കാറുണ്ട്. അപ്പോൾ ഈ കൊച്ചു ചട്ടിയിലാണ് നമ്മൾ കഞ്ഞിയൊക്കെ എടുക്കാറ്. അപ്പോൾ ഒരു രസം, നമുക്ക് കഴിക്കുമ്പോഴും ഒരു രസമാണല്ലോ. ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ഒരു രസമല്ലേ, ഇടയ്ക്കൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പഴം കഞ്ഞി നമ്മുടെ ഈ ചിരട്ടക്കായിൽ ഉപയോഗിച്ച് നമുക്ക് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കണ്ടോ, എനിക്ക് ഉണ്ണിക്കുട്ടനുമാണ് ഞാൻ എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ ഈ പഴങ്കഞ്ഞി അടിപൊളിയാണ് കേട്ടോ. അതായത് സൂപ്പറാണ്. പിന്നെ നമ്മൾ ഈ പഴങ്കഞ്ഞി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? പഴങ്കഞ്ഞി കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ. സൂപ്പറാണ്. ഇപ്പം നമ്മൾ ചെയ്ത പോലെ കഴിച്ചു നോക്കണം കേട്ടോ. പിന്നെ കാന്താരി ഇപ്പം തന്നെ നല്ല എരിവുണ്ട്. അപ്പം ഞാൻ പച്ചമുളകൊക്കെ എടുത്ത് കളഞ്ഞ് എനിക്ക് എരിവുണ്ട്. അതുകൊണ്ട് ഞാൻ ഉണ്ണിക്കുട്ടൻ കടിച്ചെന്ന് പറഞ്ഞയാള്. അപ്പം നല്ല എരിവുണ്ട്. അപ്പോൾ കാന്താരിയാണ് ഇടണമെങ്കിൽ കുറച്ചും കൂടി എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ എരിവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കാന്താരി ഇടാം കേട്ടോ. പിന്നെ ഒന്ന് കഴിച്ചു നോക്കണം. നമ്മൾ ഈ പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജിയാണ്. ഈ പണ്ടുള്ള ആൾക്കാരൊക്കെ അതെ ഹെൽത്തി ഫുഡ്. അതായത് പണ്ടുള്ള ആൾക്കാരൊക്കെ രാവിലെ പഴങ്കഞ്ഞിയെ കഴിക്കാറ്.
നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓളുന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം കേട്ടോ. എങ്കിലേ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ ബൈ.